പാർട്ട് 1 നിർത്തിയെടുത്ത് അങ്ങ് തുടങ്ങിയാലോ? ഓക്കെ. 17th സെഞ്ച്വറി ആൻറ്റി കത്തോലിക്ക വികാരം ശക്തമായിരുന്നതിനാൽ പോപ്പ് പ്രതിമകൾ കത്തിച്ചു. 19th സെഞ്ച്വറിയിൽ ഗൈ ഫോക്സിൻ്റെ പ്രതിമകൾ കത്തിക്കുന്നത് പതിവായി. 1859 ഔദ്യോഗികമായ ഗൈ ഫോക്സ് ഡേ എന്ന നിയമം റദ്ദാക്കി. പക്ഷേ ജനകീയാഘോഷം തുടർന്നു. ഇന്നത്തെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ബോൺ ഫയറുകൾ, പ്രൊഫഷണൽ ഫയർ വർക്കേഴ്സ് ഡിസ്പ്ലേകൾ എന്നിവയൊക്കെയാണ്. ഗേ പ്രതികൾ ഇപ്പോൾ കുറവാണെങ്കിലും പകരം കാർട്ടൂൺ കഥാപാത്രങ്ങളോ രാഷ്ട്രീയ നേതാക്കളെയോ കത്തിക്കാറുണ്ട്. റിമെമ്പർ ദ 5th of November എന്ന റൈം ലോക പ്രശസ്തമാണ്. ഇതാണ് എൻ്റെ ഒരു നാഥൻ. ഒരു നാഥനും കൂടെ ഉണ്ട്, പുള്ളിക്കാരി ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഓക്കെ, ബാക്ക് ടു ബാക്ക്. ലെവസ് ഈസ്റ്റ് സക്സസ് ലോകത്തിലെ ഏറ്റവും വലിയ ബോൺഫയർ നൈറ്റ്. 7 സൊസൈറ്റികൾ, 80,000+ ആളുകൾ ഇപ്പോഴും പോപ്പ് പ്രതിമകൾ കത്തിക്കാറുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഞാൻ പാർട്ട് 3 പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.